ഇതൊരു 500 ഗെയിംസ് ഉള്ള ഒരു ഫോൺ പോലത്തെ സാധനം. നോക്ക്, ഈ സംഭവം നമ്മളെ തട്ടിയാൽ നമ്മൾ ചത്തു. ഈ സാധനം നമ്മളെ തൊട്ടാൽ നമുക്ക് വലുതാവാൻ പറ്റും. ഇതേപോലെ ഏറ്റവും താഴത്തോട്ടാക്കിയാൽ മുകളിലോട്ട് പോവും, ഏറ്റവും മുകളിലോട്ടാക്കിയാൽ ഏറ്റവും താഴത്തോട്ട് പോവും. കണ്ടു, ഇങ്ങനെ ഞാൻ ഒറ്റയടിക്ക് 2 എണ്ണത്തിന് വീഴ്ത്തി. എൻ്റെ ഫോട്ടോയിലുള്ള അതേ നെയിം സ്ലിപ്പ് കണ്ടോ? ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ചടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, ബോഡീസ് എന്ന് വെച്ചാൽ ചെറിയ ഇൻസെക്ട്സിലെ അവരുടെ ബോഡിയിലുള്ള കുഞ്ഞ് നമുക്ക് ഒരു പാർട്സ് ഉണ്ട്. ആ പാർട്സ് എന്നൊക്കെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. ഇതാ ഈ സംഭവം കണ്ടോ? അവിടെ എന്തെങ്കിലും ജീവികളോ തവളയോ അല്ലെങ്കിൽ ഇൻസെക്ട്സോ വല്ലതും വന്നിരുന്നാൽ, ഹായ് ഗൈസ്, ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഫ്രഷ് ആവും, പിന്നെ ഫോണിൽ കുറച്ച് റീൽസൊക്കെ നോക്കും. ഞാൻ നിങ്ങൾക്ക് കുക്കിങ്ങിൻ്റെയും പിന്നെ വരയ്ക്കുന്നതും ക്രാഫ്റ്റൊക്കെ അല്ലേ കാണിക്കുക. അപ്പം ഞാൻ അതൊക്കെയാണ് കാണാറുള്ളത്. പിന്നെ ഞാൻ ഫോണിൽ കളിക്കുന്നത് കുറച്ച് കൂടിയോണ്ട് എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു പുതിയ സാധനം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ? ഇതൊരു 500 ഗെയിംസ് ഉള്ള ഒരു ഫോൺ പോലത്തെ സാധനം. ഞാൻ ഇത് ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ? ഇതിനകത്ത് സൗണ്ടൊക്കെ ഉണ്ട്. കണ്ടോ? നമുക്ക് ഇതിൻ്റെ താഴോട്ട് ഇംഗ്ലീഷ് ആക്കിയാൽ നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടും. കണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എനിക്ക് ഇതിനകത്ത് ഇഷ്ടം 14 കാരണം അത് കുറച്ച് നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഈ സംഭവം നമ്മളെ തട്ടിയാൽ നമ്മൾ ചത്തു. കണ്ടോ? നമ്മൾ ഇനി ഇങ്ങനെ ആക്കണം. കണ്ടോ? ഇങ്ങനെ ചാടിപ്പോണം. ഈ സാധനം നമ്മളെ തൊട്ടാൽ നമുക്ക് വലുതാവാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു ലെവലിലെത്താം. എടുക്കണമെങ്കിൽ ഇതാ ഈ മിഡിൽ ബട്ടൺ ഞെക്കണം. അപ്പം ഇങ്ങനെ ഓഫ് ആയതുപോലെ കാണും. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ആംഗ്രി ബേർഡാണ്. ആംഗ്രി ബേർഡ് കഴിക്കാൻ നല്ല രസമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഞെക്കാം. അപ്പം ഇങ്ങനെ ആവും. എന്നാൽ നമ്മൾ പിന്നെ ഇങ്ങനെ ആവും. പിന്നെ ഇതാ ഏറ്റവും താഴത്തോട്ടാക്കിയാൽ മുകളിലോട്ട് പോവും, ഏറ്റവും മുകളിലോട്ടാക്കിയാൽ ഏറ്റവും താഴത്തോട്ട് പോവും. കണ്ടു? ഇങ്ങനെ ഞാൻ ഒറ്റയടിക്ക് 2 എണ്ണത്തിന് വീഴ്ത്തി. അപ്പൊ ഗായ്സ്, ഞാൻ ഇത് കുറച്ചേരെ കളിക്കാറുള്ളൂ. നമ്മൾ കുറേ നേരം ഇത് കളിച്ചാൽ നമ്മളുടെ കണ്ണൊക്കെ കേടായി പോവും. പിന്നെ ഞാൻ കളിക്കാനാണ് പോവാറ്, അല്ല പഠിക്കാനാണ് പോവാറ്. പിന്നെ ഞാൻ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ സെക്കൻഡിലായിരുന്നപ്പോൾ എനിക്ക് സോഷ്യൽ സയൻസും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം EVS ഇല്ല. ഞങ്ങൾക്കില്ലേ സെക്കൻഡിൽ EVS ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തേർഡിലോട്ടായപ്പോൾ എനിക്ക് സോഷ്യൽ സയൻസും ഉണ്ട്. പിന്നെ EVS മാറി. എനിക്ക് ഞങ്ങളുടെ മിസ്സ് പറഞ്ഞത് സയൻസ് ഒരു EVSൻ്റെ ഭാഗം പോലെ തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ മിസ്സ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി പഠിക്കാനാണ് പോകുന്നത്. പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സയൻസ് ആണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാണിച്ചാൽ എൻ്റെ ഫോട്ടോയിലുള്ള അതേ നെയിം സ്ലിപ്പ് കണ്ടോ? ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ചടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ ചടാന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ വാങ്ങാൻ പറ്റും. ഗായ്സ്, ഞാൻ സെക്കൻഡിലായിരുന്നപ്പോൾ ഇവിടെ ഈ സൈഡിൽ കളറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കണ്ടേന്ന് കാണിച്ചു തരാം. കണ്ടോ? കണ്ടൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ബുക്കിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്ന് ഈ ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഇംഗ്ലീഷ്, ഗ്രാമർ, പിന്നെ മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, പിന്നെ
ജനറൽ നോളജ്. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മിസ് എന്നെ പഠിപ്പിച്ചത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സാണ്. അപ്പം നമുക്കത് പഠിച്ചാലോ? അപ്പം നമുക്ക് 136 എന്നുള്ള പേജ് എടുക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ എടുത്തു ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഇത്. ഇതിനകത്ത് ഏതാണ് ലിവിങ് തിങ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതും ഒരു ലിവിങ് തിങ് ആണ്, ഇതും ഒരു ലിവിങ് തിങ് ആണ്, ഇതും ഒരു ലിവിങ് തിങ് ആണ്, ഇതും ഒരു ലിവിങ് തിങ് ആണ്. പിന്നെ ഇത് നോൺ ലിവിങ് തിങ്, ഇതും നോൺ ലിവിങ് തിങ്, ഇതും നോൺ ലിവിങ് തിങ്, ഇതും പിന്നെ ഇതും നോൺ ലിവിങ് തിങ്. ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടത്. 2ാം ക്ലാസ്സിലത്തെ കുട്ടികളും 1ാം ക്ലാസ്സിലത്തെ കുട്ടികളും ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ? ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓൾ ലിവിങ് തിങ്സ് നീഡ് ടു ഈറ്റ് ഫുഡ്. ഫുഡ് ഗീവ്സ് them energy to do various activities. They also need to drink water. ഇതാ, ജീവികൾക്കും മനുഷ്യന്മാർക്കും കിളികൾക്കും എല്ലാ ലിവിങ് തിങ്സിനും ഫുഡും വേണം. പിന്നെ ലിവിങ് തിങ് ആയതുകൊണ്ട് അവർക്ക് വാട്ടറും വേണം. നമ്മളില്ലേ, നമ്മളുടെ വീട്ടിൽ പ്ലാന്റ്സ് ഇല്ലേ, അവർക്കൊക്കെ നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കൂലേ? നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അവർ വാടിപ്പോലേ? അതേപോലെ തന്നെയാണ് എല്ലാ ലിവിങ് തിങ്സും. ആനിമൽസ് ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഓർ അതർ ആനിമൽസ്. എന്താന്ന് വെച്ചാൽ സിംഹവും ടൈഗറും ഒക്കെ ഇല്ലേ, ഇങ്ങനെ മാന് അല്ലെങ്കിൽ കാട്ടിലുള്ള വേറെ ജീവികളെയാണ് തിന്നുക. കാരണം അവർ നോൺ വെജാണ്. പിന്നെ വേറെ നല്ല വെജായിട്ടുള്ള ആനിമൽസ് ആണ് കൗസ്, എലിഫൻസ്, ഹിപ്പോപ്പൊട്ടാമസ്. ഇതേപോലത്തെ ആൻഡ് ഗോഡ്സ് ഈറ്റ് പ്ലാന്റ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വെജാണ്. കാരണം അവർക്ക് അത് തിന്നാനാണ് ഇഷ്ടം. പിന്നെ ടൈഗേഴ്സ്, ലയൺസ് ആൻഡ് ഈഗിൾസ് ഈറ്റ് അതർ ആനിമൽസ്. ഈ ടൈഗറും ഈഗിളും ലയൺസും ഒക്കെ അതർ ആനിമൽസിനെയാണ് തിന്നുക. കാരണം അവർ നോൺ വെജ് ആണ്. വി ഈറ്റ് ഫുഡ് ദാറ്റ് വി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമുക്ക് ഫുഡ് കിട്ടുന്നത് പ്ലാന്റ്സിന്നും പിന്നെ നമ്മൾ ആനിമൽസിൽ നിന്നുമാണ്. നമ്മൾ മീനും ചിക്കനും അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെയാണ് നമ്മൾ തിന്നുക. അടുത്തത് പ്ലാന്റ്സ് യൂസ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ ടു മേക്ക് ദെയർ ഓൺ ഫുഡ്. എന്ന് വെച്ചാൽ പ്ലാന്റ്സ് അവർക്കില്ലേ, പ്ലാന്റ്സിന് സൺലൈറ്റും ആൻഡ് എയറും ആൻഡ് വാട്ടറും കിട്ടിയിട്ടാണ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ദേ മേക്ക് ഓൺ ഫുഡ് ഇൻ ദെയർ ലീവ്സ്. പ്ലാന്റ്സ് അവരുടെ ലീഫിൽ തന്നെ ഇതൊക്കെ കിട്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ലിവിങ് തിങ്സ് ബ്രീത്ത്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇതാണ്. ഓൾ ലിവിങ് തിങ്സ് ബ്രീത്ത്. എല്ലാ ജീവജാലങ്ങളും ബ്രീത്ത് ചെയ്യും. അടുത്തത് ദേ ഹാവ് സ്പെഷ്യൽ ബോഡി പാർട്സ് ദാറ്റ് ഹെൽപ്പ് ദം ബ്രീത്ത്. അവരുടെ ബോഡിയിൽ സ്പെഷ്യൽ പാർട്ടുകളുണ്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ. മോസ്റ്റ് ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് have a nose and lungs that help them in breathing. എന്ന് വെച്ചാൽ ലാൻഡുകളിൽ ജീവിക്കുന്ന മോസ്റ്റ് ഓഫ് എല്ലാ ജീവികൾക്കും ലങ്സും പിന്നെ നോസും ഉണ്ടാവും. ഫിഷ് ബ്രീത്ത് ത്രൂ ഗിൽസ്. എന്ന് വെച്ചാൽ ഫിഷ് ഗിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്ത് നിന്നാണ് ബ്രീത്ത് ചെയ്യുന്നത്. Insects take in air through tiny air hole present on their bodies. എന്ന് വെച്ചാൽ ചെറിയ ഇൻസെക്ട്സിലെ അവരുടെ ബോഡിയിലുള്ള കുഞ്ഞ് നമുക്ക് ഒരു പാർട്സ് ഉണ്ട്. ആ പാർട്സ് നിന്നൊക്കെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. പ്ലാന്റ്സ് ഹാവ്
pores on their leaves. എന്ന് വെച്ചാൽ പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ ചെറിയ പോർസ് ഉണ്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ. ദിസ് പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. ആ പോർസിനെ പറയുന്നതാണ് സ്റ്റൊമാറ്റ. ദേ ടേക്ക് ഇൻ എയർ ത്രൂ സ്റ്റൊമാറ്റ. അവർ ബ്രീത്ത് ചെയ്യുന്നത് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നിന്നാണ്. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഡിഡ് യു നോ എന്ന് വെച്ചാലേ, നിങ്ങൾക്കറിയാവോ പ്ലാന്റ്സും ചില ജീവികളെ തിന്നും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെയാന്ന്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇത് വായിച്ച് കേൾപ്പിച്ചാൽ ചിലപ്പോൾ പകുതി നിങ്ങൾക്ക് മനസ്സിലാവും. സം പ്ലാന്റ്സ് ഫീഡ് ആനിമൽസ്. ഞാനിപ്പോൾ പറഞ്ഞതാണ്. The pitcher plant, the sundew plant and the bladderwort plant are trapped and eat insects. എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൻ്റെ ഈ സംഭവം കണ്ടോ, അവിടെ എന്തെങ്കിലും ജീവികളോ തവളയോ അല്ലെങ്കിൽ ഇൻസെക്ട്സോ വല്ലതും വന്നിരുന്നാൽ അതിനെ ഈ സംഭവം പെട്ടെന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ജീവികളെ ഇങ്ങനെ ചവച്ചടിച്ച് തിന്നും. പക്ഷെ ഇത് കാണാൻ കുഞ്ഞതാണ്, പക്ഷെ അവരെ ഒറ്റയടിക്ക് തിന്നു കളയും. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ഇത്രേ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.